സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈശോയുടെ മൂന്നാമത്തെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉയർപ്പിന് ശേഷമുള്ള ഈശോയുടെ 4 പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ 3 സംഭവിക്കുന്നത് ജെറുസലേമിൽ വെച്ചാണ്, 4-മത്തത് ഗലീലയിൽ വെച്ചുമാണ്. ആദ്യത്തെ ഈ 3 പ്രത്യക്ഷപ്പെടലും 2 ഞായറാഴ്ചകളിലായിട്ടാണ് സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ വായിക്കുന്ന ധ്യാനിക്കുന്ന ഈ സുവിശേഷ ഭാഗത്തിലെ പ്രത്യക്ഷപ്പെടൽ 2-മത്തെ ഞായറാഴ്ചയാണ് സംഭവിക്കുന്നത്. ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16:16 ഈശോ പറയുന്നു, അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും, വീണ്ടും അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല. നിങ്ങൾ ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഈശോ പറഞ്ഞ ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുക എന്ന ഉദ്ദേശം കൂടി ഈശോയ്ക്കുണ്ട്. താൻ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം, എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന ശക്തമായ വിശ്വാസത്തിലേക്കും ബോധ്യത്തിലേക്കും ശിഷ്യന്മാർ വരേണ്ടിയിരുന്നു. കൂടിയാണ് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ കാണുന്നു, ശിഷ്യന്മാർ വലിയ ഭയത്തിലായിരുന്നു. യഹൂദരെ ഭയന്ന് അവർ കതകടച്ചിരിക്കെ ഈശോ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു എന്നാണ് ഈ സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നത്. നമ്മുടെ ആദ്യത്തെ ചിന്ത ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വവാതിലുകളും അടയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന നിമിഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നവനാണ് ദൈവം, പ്രത്യക്ഷപ്പെടുന്നവനാണ് ക്രിസ്തു, ഈശോ എന്ന് നമുക്ക് മറക്കാതിരിക്കാം. എല്ലാ സാധ്യതകളും തീർന്നു, എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കരുത് എന്ന് ഈ സുവിശേഷ ഭാഗം പറയുന്നു. അപ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ടവനാണ് ഉദ്ധിതനായ മിശിഹ. ഉദ്ധിതനായ മിശിഹായുടെ രൂപത്തിലേക്ക് നോക്കി ഈ അന്ധകാരത്തിൽ നിന്ന്, ഈ നിരാശയിൽ നിന്ന് ഉണർന്നെണീക്കുക എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നുണ്ട്. പ്രസിദ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞൻ പറയുന്നതാണ്, എല്ലാ സാധ്യതകളും തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒരു പള്ളിയിലേക്ക് പ്രവേശിച്ച ഒരു തൂക്കണാങ്കുരുവിയുടെ അവസ്ഥ പോലെയാണ്. അത് പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ചിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഒരു രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്നാണ് അത് കരുതുന്നത്. താഴെ എല്ലാ വാതിലുകളും തുറന്നു കിടക്കുകയാണ്, ഒരു വഴിയുമില്ല എന്ന് കരുതി അത് ഈ ഭിത്തിയിലെല്ലാം മേൽക്കൂരയിൽ തട്ടി അവസാനം അവിടെ ചത്തുവീഴുകയാണ്. നോക്കുക, എല്ലാ വാതിലുകളും അടയ്ക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നാം ദൈവത്തിങ്കലേക്ക്, ഉദ്ധിതനായ ക്രിസ്തുവിലേക്ക് നമ്മുടെ മുഖം ഉയർത്തണം. അവിടെ നിന്ന് നമ്മുടെ പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ ജ്വലിക്കാൻ തുടങ്ങും. മറ്റൊരു ചിന്ത പറയുന്ന ഇതാണ്, ക്രിസ്തുവിൻ്റെ സവിശേഷത ഇതാണ്, മറ്റുള്ളവരെന്നുള്ള വ്യത്യാസം ഇതാണ്. നിന്റെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് സർവരും തിരക്കൊഴിഞ്ഞു പോകുമ്പോൾ, നീ ഏകനായി ദുഃഖിതനായി നിന്റെ ഏകാന്തകളിലേക്കും ഇരുട്ടിലേക്കും പിൻവലിയുന്ന നിമിഷത്തിൽ നിന്റെ വാതിൽപ്പടികൾ ചവിട്ടി അകത്തേക്ക് കയറി വരുന്നവനാണ് ക്രിസ്തു. അവിടത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി മാറും എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് തോമാസ് ലീഹായുടെ ശാഠ്യമാണ്. തോമാസ് ലീഹ നോക്കുമ്പോൾ ന്യായമായ ചിന്തയാണ്. ക്രൂശിക്കപ്പെട്ടവൻ, മരിച്ചവൻ, കുന്തത്താൽ കുത്തപ്പെട്ടവൻ, അടക്കപ്പെട്ടവൻ, അവൻ തിരിച്ചു വരുന്നെന്നോ? അവൻ അങ്ങനെ വരുന്നെങ്കിൽ അവൻ ദൈവമാണ് എന്നതിന് യാതൊരു സംശയവുമുണ്ടല്ലോ. പക്ഷേ ഇവർ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണമെങ്കിൽ അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ കാണണം, വിലാപ്പുറത്ത് ആ കുന്തത്തിൻ്റെ ആ പാട് ഞാൻ കാണണം, അവിടെ എൻ്റെ കൈ വയ്ക്കണം. 2-3 കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് കാണണം, അനുഭവിച്ചറിയണം, തൊടണം. ശക്തമായ ശാഠ്യമാണ്. ഈശോ ആ ശാഠ്യത്തിന് വഴങ്ങി പ്രത്യക്ഷപ്പെടുമ്പോൾ സുവിശേഷം കേട്ടതിൽ വെച്ച് ഏറ്റവും
ഉദാത്തമായ വിശ്വാസ പ്രഖ്യാപനം നടക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അത് പത്രോസ്ലിയുടെ വിശ്വാസ പ്രഖ്യാപനത്തെക്കാൾ ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ സുവിശേഷകനായ യോഹന്നാൻ, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, ഈ ഒരു വാക്യത്തോടെ സുവിശേഷം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഈ സുവിശേഷം വായിച്ച് തീരുമ്പോൾ വായിക്കുന്നവരെല്ലാം പറയേണ്ട പദമാണ് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നസ്രായനായ ക്രിസ്തു എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമാണെന്ന് ഏറ്റുപറയണം. ഇത് നസ്രാണി ക്രിസ്ത്യാനികളുടെ വലിയ വിശ്വാസ ദാർഢ്യത്തിൻ്റെ സ്രോതസ്സും കൂടെയാണ്. അങ്ങനെയുള്ള വിശ്വാസ ദാർഢ്യത്തിലാണ് നസ്രാണി ക്രിസ്ത്യാനികളെല്ലാം വളർന്നു വന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത എന്തുമാത്രമാണ്, എന്തുമാത്രം വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്കുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലമാണിത്. ഞാൻ ഓർക്കുന്നത്, ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരു അധ്യാപകൻ്റെ ഗ്രൂപ്പിലേക്ക് ഹാപ്പി ഈസ്റ്റർ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റർ ഇട്ടു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരാൾ പോലും അതിനൊരു മറുപടി, ഒരു തമ്പനെയിൽ പോലും ഇട്ടില്ല. അതേസമയം അതിൻ്റെ 2 ദിവസം മുമ്പത്തെ ഹാപ്പി വിഷുവിൻ്റെ പോസ്റ്റർ അവിടെ കിടക്കുകയാണ്. 6-7 പേരുടെ തമ്പനെയിൽ അവിടെ കിടക്കുന്നു. നോക്കുക, ഒരു ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ ഉള്ള നമ്മൾ എന്തുമാത്രമാണ് അനാവശ്യ സെക്കുലറായിട്ട് പോകുന്നത്. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് മതിപ്പില്ലാതെ, അത് പ്രഘോഷിക്കാനാവാതെ കുട്ടികളുടെ ഗ്രൂപ്പിലേക്കും ആ അധ്യാപകൻ ഷെയർ ചെയ്യുന്നു. അവിടെ യാതൊരു പ്രതികരണവും. കാരണം ഇങ്ങനെയാണല്ലോ ഗുരുക്കന്മാർ കാണിക്കുന്നത്. അവിടെയും കിടക്കുന്നു ഹാപ്പി വിഷുവിൻ്റെ 6-7 പേരുടെ തമ്പനയിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിപ്പോയിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പുമില്ലാത്ത, അത് പ്രഘോഷിക്കാനുള്ള ആത്മധൈര്യം പോലും ഇല്ലാത്ത, അതിനെക്കുറിച്ച് തന്നെ അവബോധമില്ലാത്തവരായിട്ട് നമ്മൾ മാറുകയാണ്. അടുത്ത ഒരു ചിന്ത, JD വാൻസ്, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയട്ടെ. JD വാൻസ് എന്ന് പറയുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റിൻ്റെ ഒരു പ്രസ്താവം ഒരു ചാനൽ അവതാരക ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ പിന്നീട് കുമ്പസാരിച്ചതിന് ശേഷമേ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോകൂ എന്ന് പറയാം. നോക്കുക, അമേരിക്കൻ വൈസ് പ്രസിഡന്റ്, കഴിഞ്ഞ ദിവസം ഇന്ത്യയെ സന്ദർശിച്ച JD വാൻസ് പറയുന്ന വിശ്വാസത്തിൻ്റെ ബോധ്യം. നമ്മൾ അടുത്ത ചിന്ത ഇതാണ്, ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടുത്തെ ഉദ്ധിത ശരീരത്തിലും ഈ മുറിവുകൾ ഉണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷവും അവിടുത്തെ മുറിവുകൾ മായ്ക്കപ്പെട്ടിരുന്നില്ല. അത് വലിയൊരു ചിന്തയാണ്. ഒരിക്കലും മുറിവുകൾ മായ്ക്കപ്പെടുന്നില്ല എന്നൊരു ചിന്ത അത് തരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ആരെയും മനഃപൂർവ്വമായി മുറിവേൽപ്പിച്ചുകൂടാ. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഈ മുറിവുകളായിട്ടാണ് ദൈവം തമ്പുരാൻ, കർത്താവ് ഈശോ മിശിഹാ സ്വർഗാരോഹണം ചെയ്യുന്നത്. ഞാൻ ഓർക്കുന്നത് ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യമാണ്. ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് ഒരു പരീക്ഷയിൽ 50-ൽ 50 മാർക്ക് കിട്ടി. അദ്ദേഹം ആയിരുന്നില്ല 1-ാം സ്ഥാനക്കാരൻ, അദ്ദേഹം 3-ാം സ്ഥാനക്കാരനായിരുന്നു. പക്ഷെ ഒരു വിഷയത്തിന് 50-ൽ 50 മാർക്കും വാങ്ങണം എന്ന ചിന്തയിൽ കഠിനമായി പരിശ്രമിച്ച് 1-ാം സ്ഥാനക്കാരനായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ, ആ സുഹൃത്ത് പറയാണ്, ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷവും മനസ്സിൽ ആ മുറിവ് നിൽക്കുക. സിസ്റ്റർ പരസ്യമായി കളിയാക്കി. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടി കാണും. അപ്പോൾ നിവൃത്തിയില്ലാതെ 50 മാർക്ക് ഇടേണ്ടി വന്ന ഒരു അധ്യാപികയായിട്ട് ആ സിസ്റ്റർ അവശേഷിക്കുകയാണ്. നോക്കൂ, എന്തൊരു തരത്തിലുള്ള എതിർ സാക്ഷ്യമാണ് അത് കൊടുത്തത്. മനസ്സിൽ വല്ലാത്ത മുറിവായി നിൽക്കുന്നു. ചില മുറിവുകൾ മായ്ക്കപ്പെടാത്ത വിധം നിൽക്കും എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അടുത്ത ഒരു ചിന്ത ഇതാണ്, നമ്മുടെ ദൈവത്വത്തിൻ്റെ മാനദണ്ഡം നമ്മൾ ഏറ്റെടുക്കുന്ന മുറിവുകളാണ്. ഞാൻ എന്തുമാത്രം ദൈവികനാണ് എന്നതിൻ്റെ ടെസ്റ്റ് ഡോസ് എന്തുമാത്രം ഞാൻ മറ്റുള്ളവർക്കായി സഹനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. മറ്റുള്ളവർക്കായി ഞാൻ എന്തുമാത്രം മുറിവുകൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ദൈവത്വത്തിൻ്റെ മാനദണ്ഡം. അതുകൊണ്ടാണ് തോമാസ് പറയുന്നത്, എനിക്ക് അവൻ്റെ മുറിവുകൾ കാണണം. സകല മനുഷ്യർക്കും വേണ്ടി അവൻ ഏറ്റെടുത്ത മുറിവുകൾ. എൻ്റെ ദൈവം മുറിവുകളുടെ തമ്പുരാനാണ്.
എൻ്റെ ദൈവം മറ്റുള്ളവർക്കായി മുറിവുകൾ ഏറ്റെടുക്കാൻ ധൈര്യപ്പെടുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹം ദൈവികമാകാതാകുന്നെങ്കിൽ അതിന് കാരണം ചുറ്റുപാടുകളിൽ മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ, സമയം ചെലവഴിക്കാൻ, മുറിവേൽക്കാൻ തയ്യാറല്ലാത്തവരുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ തയ്യാറാകുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹം ദൈവികമാകാതെ പോകുന്നത്. അത് കൂടുതൽ കൂടുതൽ പൈശാചികമായി മാറുന്നതിന് കാരണം മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാൻ വേണ്ടി സമയമില്ലാത്തവർ, മുറിവേൽക്കാൻ മനസ്സില്ലാത്തവരുടെ എണ്ണം കൂടുന്നതാണ്. അവസാനമായി ഈ സുവിശേഷ ഭാഗത്തിലെ ചിന്ത ഇതാണ്. തോമാസ് ശ്ലീഹ ഒരു വലിയ ദൈവദർശനത്തെ അവതരിപ്പിക്കുകയാണ്. അത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനപരമായ ദൈവദർശനമാണ്. ഈശോ അവതരിപ്പിച്ച ദൈവദർശനമാണ്, സ്വർഗരാജ്യ ദർശനമാണ്. പുതിയ നിയമം, പഴയ നിയമം ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? അത് പർദീസയിൽ നിന്നാണ്. പുതിയ നിയമം ആരംഭിക്കുന്ന പുൽക്കൂട്ടിൽ നിന്നാണ്. അതായത് ദൈവം തമ്പുരാൻ ദാരിദ്ര്യത്തിൻ്റെയും നിസ്സഹായതയുടെയും മുറിവുകളിൽ പ്രത്യക്ഷപ്പെടുന്നവനാണ് എന്ന വലിയ ചിന്ത. ഞാൻ ദൈവത്തെ തിരയേണ്ടത് മുറിവുകളുടെ മധ്യയാണ്, മുറിവേറ്റവരുടെ മധ്യയാണ്, നിസ്സഹായരുടെ മധ്യയാണ് എന്ന് പഠിപ്പിക്കുന്ന സുവിശേഷ ചിന്ത. ദിവംഗതനായ മഹാനായ ഫ്രാൻസിസ് പാപ്പ അതാണല്ലോ പഠിപ്പിച്ചത്. സഭ മുറിവേൽക്കുന്ന സഭയാണ്. അത് മഹത്വത്തിൽ അല്ലെങ്കിൽ ചെളി പുരടാതിരിക്കുന്ന ഒരു സഭയല്ല. മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്തിട്ട് ചെളി പുരണ്ട ഒരു സഭയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞു. അതാണ് ഫുൾട്ടൻ ജേഷിയും പറയുന്നത്. ദ റിയൽ ക്രൈസ്റ്റ് ഈസ് വുണ്ടഡ് ക്രൈസ്റ്റ്, ദ റിയൽ ചർച്ച് ഈസ് വുണ്ടഡ് ചർച്ച് എന്ന് പറയുന്നത്. മുറിവേറ്റ സഭയാണ് യഥാർത്ഥത്തിലുള്ള സഭ. നമ്മൾ ടാഗോറിൻ്റെ പ്രസിദ്ധമായ ഗീതാഞ്ജലിയിൽ ഈ ഒരു ആശയം തന്നെ ഉണ്ടല്ലോ. അവിടെ ഗീതാഞ്ജലി അദ്ദേഹം പറഞ്ഞു, കരിനിലം മുഴുവ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി നുറുക്കി ഒരുക്കും പണിയാളരോടും ചേർന്നമരുന്നു ദൈവം മണ്ണാർന്നിരുകൈകളിലും. ദൈവത്തിൻ്റെ കൈകളിൽ മണ്ണ് പറ്റിയിരിക്കുന്നു, ഇവരുടെ ഇടയിലാണ് ദൈവം എന്ന് പഠിപ്പിക്കുക. അതാണ് തോമാസ് ശ്ലീഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മഹത്തായ ദൈവദർശനം. അതാണല്ലോ തോമാ മാർഗത്തെക്കുറിച്ച് റമ്പാം പാട്ടിൽ നമുക്കുള്ളത്. ആ പാട്ടിങ്ങനെയാണല്ലോ: ഏതാനും ചില പണികൾക്കായി ചോഴപ്പെരുമാളിൽ നിന്നും ഏതാനും ചില മുതലുകൾ കൂടി വീണ്ടും മാർത്തോമാ വാങ്ങി, എളിയ ജനത്തിനാദരവിനായി ആ മുതലെല്ലാം ചിലവാക്കി, എളിയ ജനത്തിൻ ദാതാവായി അറിയിച്ചു തൻ മാർഗത്തെ. തോമാ മാർഗം എന്ന് പറയുന്ന മാർഗം ഇതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി, നിസ്സഹായർക്ക് വേണ്ടി അധ്വാനിക്കുന്ന മാർഗം. അപ്പൊ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരണം എന്നും ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തും. Subscribe now and press the bell icon. Never miss an update.